നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കുമോ എന്നൊരു ആശങ്കയിലാണ് നമ്മുടെ രാജ്യം. കാരണം നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം LPG, LNG അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ഇതെല്ലാം തന്നെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കുമതി വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നമുക്ക് ഭൂരിഭാഗവും ഉള്ളത്, ക്രൂഡ് ഓയിൽ ഒഴിച്ചാൽ. കാരണം ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് 70% ഇറക്കുമതിയും നമ്മളിപ്പോൾ നടത്തുന്നത് റഷ്യയിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇന്ധനം ലഭിക്കേണ്ടത്. LPGയും അതുപോലെ തന്നെ LNGയും അടക്കമുള്ള ഇന്ധനങ്ങൾ ലഭിക്കേണ്ടത്. അതുമാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമല്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതിനിടയിൽ മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാവുന്ന വാർത്തയാണ് ഖത്തറിൽ നിന്ന് വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇറാൻ ഖത്തറിലെ റാസ് ലഫാൻ LNG ടെർമിനൽ ആക്രമിച്ചിരുന്നു. ആ ആക്രമണത്തിൽ ആ ഒരു ഫെസിലിറ്റിക്ക് വലിയ തകരാർ സംഭവിച്ചിരിക്കുന്നു. അവിടെ LNG ഉൽപ്പാദനം സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ LNG സപ്ലൈയെ വലിയ രീതിയിൽ ബാധിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം കാര്യ വകുപ്പ് വിലയിരുത്തുന്നത്. അതായത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന മൊത്തം LNGയുടെ 2/5 ഭാഗവും ഖത്തറിലെ ഈ റാസ് ലഫാൻ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. അവിടെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ആ ആക്രമണം ഒരു പരിധിവരെ ഇന്ത്യയെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. കാരണം 2024-25 സാമ്പത്തിക വർഷം, കഴിഞ്ഞുപോയ സാമ്പത്തിക വർഷത്തിൽ 11.2 മില്യൺ ടൺ LNGയാണ് നമ്മുടെ രാജ്യം ഉപയോഗിച്ചത്. ഇതിൽ 41.4% ഈ പറയുന്ന റാസ് ലഫാൻ, ഖത്തറിലെ റാസ് ലഫാനിൽ നിന്നാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഖത്തറുമായി LNG ഇറക്കുമതിക്ക് രാജ്യത്തിന് ലോങ് ടേം കോൺട്രാക്റ്റുമുണ്ട്. ഇതെല്ലാം വലിയ ആശങ്കയാണ് ഇത്തരത്തിലുള്ള ഈ ആക്രമണം അല്ലെങ്കിൽ ഉയർത്തുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് റാസ് ലഫാനിൽ നടന്നിരിക്കുന്ന ആക്രമണം. ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളെ ഇപ്പോഴും ഇടതടവില്ലാതെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞിട്ടുണ്ടെന്നും യുദ്ധം വേഗം അവസാനിക്കുമെന്നും ഒക്കെയുള്ള ഒരു വാർത്തകൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നൽകുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാൻ്റെ ആണവ മിസൈൽ ശേഖരം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി അല്പം പണി കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ഇന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ സൈനിക നടപടിയുടെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് ഞങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ യുദ്ധം ഉടൻ അവസാനിക്കും. 5 മുതൽ 6 ആഴ്ച വരെ സമയമെടുക്കും എന്നാണ് ആദ്യം വിലയിരുത്തിയതെങ്കിലും ഇപ്പോൾ 4-ാം ആഴ്ചയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാം എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിലും ഇപ്പോൾ അതൊരു ആശ്വാസത്തിൻ്റെ കണികയാണ് എങ്കിൽ പോലും ഇപ്പോഴും ആക്രമണം നടക്കുന്നു എന്നുള്ളത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ശക്തമായി തന്നെ ഇപ്പോഴും ആക്രമിക്കുന്നുണ്ട്. അതിന് പ്രതികാരമായി ഖത്തറും സൗദി അറേബ്യയും കുവൈറ്റും അടക്കമുള്ള UAEയും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിൽ നടന്ന ഈ ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.